വെൽക്കം ടു ജോളിസ് കുലീന. ഇന്ന് ഞാൻ വെറൈറ്റി ആയിട്ടുള്ളൊരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. പുളിഞ്ചിക്കയിൽ ഒരു ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ചെറുതായിട്ട് കട്ട് ചെയ്ത് മിക്സിയിൽ അരച്ചെടുക്കാം, നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഏകദേശം 3/4 കിലോയോളം പുളിഞ്ചിക്കയാണ് ഞാൻ മിക്സിയിൽ അരച്ച് വെച്ചിട്ടുള്ളത്. നന്നായിട്ട് അരച്ചായിരുന്നു. ഇതിപ്പോൾ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. പാകം ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതിലേക്ക് ഏകദേശം 3/4 കിലോളം തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഒരു വലിയ പീസ് പട്ട 2-3 ഒടിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മൾ പല ഫ്രൂട്ട്സിലുള്ള ജാം നമ്മൾ കഴിച്ചിട്ടുണ്ട് അല്ലേ? പുളിഞ്ചിക്കയിലുള്ള ജാം ഒന്ന് ഉണ്ടാക്കി നോക്കണം. മറ്റു ഫ്രൂട്ട്സിൽ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നന്നായിട്ട് കുറുകി വരണം. നന്നായിട്ട് തിളച്ച് തുടങ്ങി. നന്നായിട്ട് തിളയ്ക്കുകയും ചെയ്തു, കുറച്ചൊന്ന് കുറുകയും ചെയ്തു. കുറച്ചുകൂടെ നന്നായിട്ട് കുറുകി വരാനുണ്ട്. പുളിഞ്ചിക്കയിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ വെള്ളം അത്രയും വറ്റി വരണം. പിന്നെ ഇട്ടിരിക്കുന്ന പഞ്ചസാര നന്നായിട്ട് കുറുകി വരണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അങ്ങനെ പുളിഞ്ചിക്ക കൊണ്ടുള്ള ജാം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിട്ടിരുന്ന പട്ട എടുത്ത് മാറ്റുകയാണ്. കണ്ടോ, നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു. വീട്ടിലുണ്ടാക്കുന്ന സാധനമാകുമ്പോൾ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് സമാധാനമായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ എന്നുള്ളൊരു ടെൻഷനൊന്നും വേണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന സാധനങ്ങളായതുകൊണ്ട്. പുളിഞ്ചിക്ക ആകുമ്പോൾ നമുക്ക് ഇപ്പം എല്ലായിടത്തും കിട്ടുന്ന സാധനമാണ് പുളിഞ്ചിക്ക. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കെ, ഏകദേശം 1/2 കിലോയോളം ജാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടോ?